Welcome back to Anams kitchen. Hi dears, Assalamu alaikum. ഇന്നത്തെ റെസിപ്പി നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ് അമൃതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അമൃതം പൊടി നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ അമൃതം പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് രണ്ടാം പാലും 2.5 ഗ്ലാസ് ഒന്നാം പാലും ആക്കിയിട്ട് അങ്ങനെ 2 പാത്രങ്ങളിലായിട്ട് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാലിൽ നിന്നും കുറച്ചായിട്ട് പാൽ നമുക്ക് അമൃതം പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കൊന്നും വേണ്ടിയില്ല. നമുക്ക് ഈ അമൃതം പൊടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അമൃതം പൊടിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടല കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അമൃതം പൊടി വെച്ചിട്ടുള്ള പായസമൊക്കെ ആകുമ്പോൾ കടല കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. പിന്നെ കടലയും കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ കടലയും കൂടെ റോസ്റ്റായിട്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ട് ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് ഇവ 3ഉം കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവ 3 തന്നെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇവ 3നും പകരമായിട്ട് നമുക്ക് ഈ ഒരു പായസം വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്പം തേങ്ങാക്കൊത്ത് നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ച് പായസം വറവിട്ടെടുത്തിട്ട് പായസം റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പായസത്തിൽ മക്കൾക്ക് തേങ്ങാക്കൊത്തൊന്നും കടിക്കാൻ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചേർത്തിട്ട് വറവിട്ടെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഒരു പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ നെയ്യിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ അല്പം കൂടെ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് പഴുത്ത ഒരു പഴം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിലേക്കുള്ള എല്ലാ ചേരുവകളും തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്യാൻ എടുത്തിരുന്ന അതേ പാനിലേക്ക് തന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അമൃതം പൊടിയുടെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അമൃതം പൊടിയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന രണ്ടാം പാലിൻ്റെ ബാക്കി വന്നിട്ടുള്ള പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. പിന്നെ അമൃതം പൊടി കൂടുതൽ സമയം വെച്ചിട്ട് വേവിച്ചെടുക്കാനൊന്നുമില്ല. ഇവയെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും തന്നെ അമൃതം പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി പായസത്തിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് ഇളക്കി തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ലൂസായിട്ടായിരിക്കും. ഇനി പായസത്തിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 3 അച്ച് ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തിട്ടാണ് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവിൽ വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ അമൃതം പൊടിയെ കൂട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ കൂടുതൽ ലൂസായിട്ട് വെള്ളം പോലെ ആയിരിക്കും ഉണ്ടാവുക. ഒന്നും പ്രശ്നമല്ല. നമുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നല്ല കട്ടിയായിരിക്കും പായസം ഉണ്ടാവുക. കൂടുതൽ ലൂസായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് അമൃതം പൊടി അല്പം തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ പായസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ട് പഴവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ സമയം വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമൃതം പൊടിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ചെറിയ ജീരകവും 2 ഏലക്കായും കൂടി നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊടിച്ചതും ഏലക്കാ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പായസത്തിന് ഒന്നും കൂടി നല്ലൊരു ഫ്ലേവറും കൂടുതൽ ടേസ്റ്റും ആയിരിക്കും. ഇനി ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 2.5 ഗ്ലാസ് ഒന്നാം പാലും കൂടെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കടലയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്താൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കൂടുതൽ സമയം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
പിന്നെ പായസത്തിലേക്ക് 1/4 പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സായി കിട്ടിയാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി പായസം ഒരു 10 മിനിറ്റെങ്കിലും നമുക്കിവിടെ അടച്ച് വെക്കാം. അപ്പോഴേക്കും പായസമൊക്കെ നന്നായിട്ട് തണുത്ത് കുറുകി സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓണമൊക്കെ വരാറായല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അമൃതം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് തന്നെ ഒന്ന് അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.